ഇടുക്കിയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. അതിൽ ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട്, ഇടുക്കി, തൊടുപുഴ. ഈ 5 മണ്ഡലങ്ങളിൽ ദേവികുളവും ഉടുമ്പൻചോലയും പീരുമേടും ഇടുക്കിയും ഈ 4 മണ്ഡലങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈവശമാണുള്ളത്. തൊടുപുഴയാണെങ്കിൽ ഐക്യമുന്നണിയുടെ ഭാഗമായിട്ടുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം PJ ജോസഫ് ജയിച്ച മണ്ഡലമാണ്. 5 മണ്ഡലങ്ങളുമായി നമ്മൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ ദേവികുളം 2011 തൊട്ടിട്ട് പട്ടികജാതി സംവരണ മണ്ഡലമാണ്. 2006 മുതൽ തന്നെ നമ്മൾ ദേവികുളം മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ഇടതു മുന്നണി ജയിച്ചു വരുന്ന മണ്ഡലമാണ് 2006 മുതൽ തുടർച്ചയായിട്ട്. അതിൽ ആദ്യം S. രാജേന്ദ്രനായിരുന്നു 3 ടേം അവിടുത്തെ MLA ആയത്. 2021 A. രാജ ജനപ്രതിനിധിയായി മാറി. S. രാജേന്ദ്രൻ മാറ്റി A. രാജ സ്ഥാനാർത്ഥിയാകുന്ന ഘട്ടത്തിൽ തന്നെ ഇവർ തമ്മിലുള്ള രാജേന്ദ്രൻ അതിൻ്റെ കുറച്ച് ഇഷ്ടക്കേടുകൾ പ്രകടിപ്പിച്ചിരുന്നു. ആ ഇഷ്ടക്കേടുകൾ അദ്ദേഹം പാർട്ടി വിരുദ്ധനായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ഇപ്പോൾ സമീപകാലത്തായിട്ട് S. രാജേന്ദ്രൻ CPM പാർട്ടിയിൽ നിന്ന് വിട്ട് മറ്റൊരു മുന്നണിയുടെ ഭാഗമായി മാറുകയും ചെയ്തതാണ്. ദേവികുളം അടിസ്ഥാനപരമായിട്ട് സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും ഒരു വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ മുന്നണിക്ക് ആഭിമുഖ്യമുള്ള മണ്ഡലമാണ്. പ്രത്യേകിച്ചും തൊഴിലാളി സംഘടന, തോട്ടം തൊഴിലാളി മേഖലയിലായാലും തേയില കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളായാലും ഒക്കെ തന്നെ ഇടതുപക്ഷ സംഘടനകളെ CITയും അതുപോലെ AITC പോലുള്ള സംഘടനകൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായിട്ടും ഒരു ലെഫ്റ്റിന് ഡോമിനേഷൻ കിട്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ദേവികുളത്തിലുള്ളത്. S. രാജേന്ദ്രൻ ഒരു BJPയോട് അടുത്തു പോയ ഒരു അവസ്ഥയിൽ BJP അവിടെ എന്തെങ്കിലും ശ്രമം നടത്തുമോ എന്നുള്ള ഒരു ആലോചന പൊതു രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനൊന്നും വലിയ പ്രസക്തി ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അവിടുത്തെ മത്സരം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇടതുമുന്നണിയുടെയും ഐക്യമുന്നണിയുടെയും തമ്മിലായിരിക്കും. അതിൽ അന്തിമമായിട്ട് ഇടതുമുന്നണിക്ക് തന്നെയാണ് എഡ്ജ് ഉണ്ടാവുക. ദേവികുളത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 7800ഓളം വോട്ടിനാണ് രാജ ജയിക്കുന്നത്. ആ മണ്ഡലത്തിൽ A. രാജയും അതുപോലെ ഇടതുമുന്നണിയും പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടുക്കി ജില്ലക്ക് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് പട്ടയമായിരുന്നു. വന്യജീവി ആക്രമണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ബഫർ സോണുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിലൊക്കെ തന്നെ ഒരു പരിധി വരെ ഇടതുമുന്നണി ഈ അവിടുത്തെ സാധാരണക്കാരൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട് എന്നുള്ള പ്രതീതി, അതിനുള്ള പ്രവർത്തനങ്ങൾ, അതിനുള്ള നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ മണ്ഡലത്തിലും അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഉണ്ടാകും. അതുകൊണ്ട് ദേവികുളത്ത് സ്വാഭാവികമായിട്ടും 2021 കണ്ട അഥവാ 2006 മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ലെഫ്റ്റിൻ്റെ ഡോമിനേഷൻ തുടരാനാണ് സ്വാഭാവികമായിട്ടും സാധ്യത. മറ്റൊന്ന് ഉടുമ്പൻചോലയാണ്. ഉടുമ്പൻചോലയിൽ 1965 ആ മണ്ഡലം ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1967 ജനപ്രതിനിധി ഉണ്ടാകുന്നത്. CPIയുടെ KJ ജേക്കബായിരുന്നു അന്ന് അവിടുന്ന് ജയിച്ചത്. KJ ജേക്കബിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം 1967 ജയിച്ചു വന്നു. സപ്തകക്ഷി മുന്നണി മന്ത്രിസഭ തകർന്ന ശേഷം C. അച്യുതമേനോൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ ഈ KJ ജേക്കബായിരുന്നു അവിടുത്തെ റവന്യൂ വകുപ്പ് മന്ത്രി. ഈ ഒരു റവന്യൂ വകുപ്പ് മന്ത്രിയായ KJ ജേക്കബ് CPIയുടെ പ്രതിനിധിയായ KJ ജേക്കബിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് അവിടെ കുറേയേറെ ഈ റവന്യൂ ഇതുമായി ബന്ധപ്പെട്ട CPIക്ക് അതിൻ്റെ അകത്ത് കുറേ റോളുകൾ ഉണ്ടാകുന്നത്. അങ്ങനെ പിന്നീട് അതിന് ശേഷം നമ്മുടെ ഉടുമ്പൻചോലയിൽ ജയിച്ചത് CPMൻ്റെ KK ജിനേന്ദ്രനാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം. പിന്നെ MM മണി വരികയാണ്. ഉടുമ്പൻചോല സ്വാഭാവികമായി നേരത്തെ സൂചിപ്പിച്ച പോലെ, ദേവികുളത്തെ സൂചിപ്പിച്ച പോലെ സാധാരണക്കാരൻ്റെ, കർഷക തൊഴിലാളികളുടെ, തോട്ടം തൊഴിലാളികളുടെ ഏറ്റവും സ്വാധീനമുള്ള മേഖലയാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കും ശക്തമായ വേരോട്ടമുള്ള ഒരു സ്ഥലമാണ്. സാധാരണക്കാരാണ് ആ മണ്ഡലത്തിൽ മുഴുവൻ. MM മണി കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് അവിടെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്.
ജയിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോല എം മണി ജയിക്കുമോ എന്ന സംശയം പൊതുവായിട്ട് രാഷ്ട്രീയ മേഖലയിൽ ഉയർത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് 38,000-ഓളം വരുന്ന വോട്ടിനാണ് എം മണി CPM-ൻ്റെ ലെഫ്റ്റിൻ്റെ കാൻഡിഡേറ്റ് അവിടെ ജയിച്ചത്. അത്രമാത്രം സ്വാധീനമുണ്ടാക്കാൻ അദ്ദേഹത്തിന് മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട്. ആ സ്വാധീനം ഇടതുപക്ഷ സ്വാധീനമാണ്. അതുകൊണ്ട് ഉടുമ്പൻചോലയിൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്വാധീനം ഉള്ള ഒരു മണ്ഡലമായിട്ട് നിലനിൽക്കാനാണ് സാധ്യത ഏറെയും. മറ്റൊരു തരത്തിൽ, അതായത് ഐക്യമുന്നണി ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു വലിയ ഒരു ഇലക്ഷൻ ഒരു വേവ് ഒരു ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഉടുമ്പൻചോല പോലെ മണ്ഡലത്തിൽ ഒരു പരാജയം ഇടതുമുന്നണിക്ക് സംഭവിക്കൂ. അല്ലാത്ത പക്ഷം വളരെ കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റുന്നതാണ് ഉടുമ്പൻചോല, ഇടുക്കിയിലെ ഉടുമ്പൻചോല ലെഫ്റ്റ് തന്നെ ജയിച്ചു വരുമെന്നുള്ളത്. ഉടുമ്പൻചോല പോലെ തന്നെ അതിൻ്റെ ഒരു സമാനമായിട്ട് മറ്റൊരു മണ്ഡലമാണ് പീരുമേട്. അതും ഈ പറയുന്ന തൊഴിലാളികൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. 1967 അവിടെ ഉടുമ്പൻചോല പോലെ തന്നെ 1967 ആദ്യമായിട്ട് ജനപ്രതിനിധി ഉണ്ടാകുന്നത്. CA കുര്യൻ, CPയുടെ വലിയ നേതാവായിട്ടുള്ള CA കുര്യനാണ് ആ സമയത്തൊക്കെ അവിടെ ജയിച്ചു വന്നത്. CPI ഇടതുമനുഷ്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് പീരുമേട്. പക്ഷേ ബിജിമോള്, CPIയുടെ ബിജിമോളായിരുന്നു ഒരു 3 പ്രാവശ്യം അവിടുത്തെ ജനപ്രതിനിധിയായത്. ബിജിമോള് കഴിഞ്ഞ പ്രാവശ്യം മാറി വാഴൂർ സോമൻ, CPIയുടെ വാഴൂർ സോമനാണ് അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. വാഴൂർ സോമൻ നമുക്കറിയാം, അദ്ദേഹം MLA ആയിരിക്കെ വാഴൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ, സർക്കാർ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തത്. നമ്മൾ കാണേണ്ടത് പീരുമേട് ഒരു ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള മണ്ഡലമാണെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മറ്റെല്ലാ മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കുമ്പോൾ ഈ പീരുമേട് ജയിച്ചത് കേവലം 2000 താഴെ 1800-ഓളം വോട്ടുകൾക്കാണ് ഇടതുമുന്നണി ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു വലിയ ശക്തമായിട്ടുള്ള ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലമായിട്ടാണ് നമുക്ക് പീരുമേടിനെ കാണാൻ കഴിയുക. പക്ഷേ തൊഴിലാളി വർഗ താല്പര്യം വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലം എന്ന രൂപത്തിൽ 1967 തൊട്ടിട്ട് CPIയും അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയും ജയിച്ചു വരുന്ന ഒരു മണ്ഡലം എന്ന രൂപത്തിൽ പീരുമേടും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പട്ടയ വിതരണവും മറ്റൊക്കെയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് അല്പം എഡ്ജുള്ളൊരു മണ്ഡലമാണ്. ആ എഡ്ജുള്ള മണ്ഡലത്തിൽ ജയിച്ചു വരാൻ പറ്റുമെന്നുള്ള ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. അത് പൂർണ്ണമായിട്ടും പറയണമെങ്കിൽ ജനവിധി വന്നാൽ മാത്രമേ പറയാൻ പറ്റൂ. അതുകൊണ്ട് ഇതൊരു ഈക്വൽ ചാൻസ് പീരുമേടിനുണ്ട്. പക്ഷേ മണ്ഡലം എപ്പോഴും ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനോട് ആഭിമുഖ്യം പുലർത്തുന്ന മണ്ഡലമാണ്. മറ്റ് 2 മണ്ഡലങ്ങൾ, ഈ 3 മണ്ഡലങ്ങൾക്ക് വ്യത്യസ്ത സ്വഭാവമുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഉടുമ്പൻചോലയായാലും ദേവികുളമായാലും പീരുമേടായാലും തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾക്ക്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വലിയ വേരോട്ടമുള്ള ഒരു സ്ഥലമാണ്. മറ്റു 2 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇടുക്കിയും തൊടുപുഴയാണ്. ഇടുക്കി എന്ന് പറയുന്നത് 1977 ആ മണ്ഡലത്തിൽ ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നത്. ആ ഇലക്ഷനിൽ മിക്കവാറും കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുകയാണ്. അവിടെ ആകെ ഒരു അട്ടിമറി നടന്നത് 1996 സുലൈമാൻ റാവുത്തർ അവിടെ ഇടതുമുന്നണിക്ക് വേണ്ടി ജയിച്ചപ്പോഴാണ്. അതിനുശേഷം സമീപകാല തെരഞ്ഞെടുപ്പുകളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് റോഷി അഗസ്റ്റിൻ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ നേതാവായിട്ടുള്ള റോഷി അഗസ്റ്റിൻ അവിടെ കഴിഞ്ഞ 5 ടേമായിട്ട്, എനിക്ക് തോന്നുന്നു 5 പ്രാവശ്യമായിട്ട് അവിടെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടും 2021 തൊട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടും റോഷി അഗസ്റ്റിൻ ജയിച്ചു വരികയാണ്. അപ്പോൾ റോഷി അഗസ്റ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു മണ്ഡലമായി ഇടുക്കിയെ മാറ്റുവാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും സാധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. പക്ഷേ ശക്തമായ മത്സരം നടക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇടുക്കിയിൽ നമുക്കറിയാം, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ പരാജയപ്പെടുത്ത് ഫ്രാൻസിസ് ജോർജിനാണ്. അദ്ദേഹം ഇപ്പോൾ MP ആയി. കേവലം 5000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വലിയ മത്സരം നടന്ന ഒരു മണ്ഡലത്തിൽപ്പെട്ടതാണ് ഇടുക്കി. മാണി കോൺഗ്രസ് ലെഫ്റ്റിലേക്ക് വരുന്നു. ഫ്രാൻസിസ് ജോർജും റോഷി അഗസ്റ്റിനും തമ്മിലുള്ള മത്സരം, കടുത്ത മത്സരം. ആര് ജയിക്കുമെന്ന് ഒരു തരത്തിലും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ റോഷി അഗസ്റ്റിന് 5500-ഓളം വോട്ടിന് ജയിക്കുകയാണത്. റോഷി അഗസ്റ്റിന് മണ്ഡലത്തിൽ നല്ല സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ടേമിൽ മന്ത്രി എന്ന രൂപത്തിൽ അദ്ദേഹം പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ബഫർ സോണുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് താല്പര്യമുണ്ടാകുന്ന വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന രൂപത്തിൽ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലമാണ്. എങ്കിലും ഇടതുപക്ഷ മുന്നണിക്ക് ഈ റോഷി അഗസ്റ്റിൻ ഫാക്ടറിലേക്ക് കൂടി
ഒരു എഡ്ജ് ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തൊടുപുഴ സ്വാഭാവികമായും ഇതേപോലെ തന്നെയാണ്, ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് ഏറ്റവും നന്നായിട്ടുള്ള ഒരു മണ്ഡലമാണ് തൊടുപുഴ. നമുക്കറിയാം കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ഒന്ന് പാലയിലും KM മാണി പോലെ, പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ പോലെ തൊടുപുഴ എന്ന് പറയുന്നത് PJ ജോസഫിൻ്റെ ഒരു മണ്ഡലമായിട്ടാണ് നമ്മൾ കാണുന്നത്. PJ ജോസഫ് അവിടെ 2 പ്രാവശ്യമാണ് എനിക്ക് തോന്നുന്നത് പരാജയപ്പെട്ടത്. 1991-ലും 2001-ലും അന്ന് PJ ജോസഫ് ലെഫ്റ്റിൻ്റെ ഭാഗമായിരുന്നു. PT തോമസിനോട്, കോൺഗ്രസിൻ്റെ PT തോമസിനോട് അവിടെ പരാജയപ്പെടുകയുണ്ട്. അതിനുശേഷം PJ ജോസഫ് തന്നെയാണ് ഏത് മുന്നണിയിലായാലും ജയിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. PJ ജോസഫ് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം എന്ന രൂപത്തിൽ തൊടുപുഴ വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് ജയിച്ചുകൊണ്ടിരിക്കുന്ന സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ. തൊടുപുഴ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമായിട്ടാണ് കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്നത്. അത് അതേപോലെ തുടരാൻ തന്നെയാണ് സാധ്യതയേറിയത്. അതുകൊണ്ട് ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 മണ്ഡലങ്ങളുണ്ട്. ഈ 5 മണ്ഡലങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 4 മണ്ഡലങ്ങൾ ലെഫ്റ്റിൻ്റെ കൈവശവും 1 കേരള കോൺഗ്രസ് ജോസഫ് ഐക്യമുന്നണിയുടെ കൈവശമുള്ളത്. ഐക്യ ജനാധിപത്യ മുന്നണി സ്വാഭാവികമായിട്ടും തൊടുപുഴയിൽ തിരിച്ചു വരും. PJ ജോസഫ് വഴി PJ ജോസഫിൻ്റെ പാർട്ടിക്ക് അത് നേടിയെടുക്കാൻ കഴിയും. ഇടുക്കിയും ഒരു വളരെ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലമാണ്. പക്ഷേ റോഷി അഗസ്റ്റിൻ ഫാക്ടർ അവിടെയുണ്ട്. മറ്റൊന്ന് ദേവികുളവും ഉടുമ്പൻചോലയും പെരുമടുവാണ്. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കും വലിയ വേരോട്ടമുള്ള പ്രദേശം എന്ന രൂപത്തിൽ, പ്രത്യേകിച്ചും ഉടുമ്പൻചോലയിലേക്ക് കഴിഞ്ഞ വർഷമുള്ള 38,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമൊന്നും മറികടന്നുകൊണ്ട് വേറൊരു ഒരു ജനവിധി അവിടെ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. പീരുമേട് വളരെ നേരോ മാർജിനിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ തെരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തു നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഇടുക്കിയിലെ 5 മണ്ഡലങ്ങളിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ 4-1 ആണെങ്കിൽ അത് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.